സ്റ്റുഡൻസ്, ഒരു ജാവ ആപ്ലിക്കേഷനെ ഡാറ്റാബേസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി. JDBC stands for Java Database Connectivity, which is a standard Java API for database independent connectivity between the Java programming language and a wide range of databases. നിങ്ങൾക്ക് ഈ ഡയഗ്രാമിൽ നോക്കിയാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാം. JDBC എന്ന് പറയുന്നത് എന്തുവാണ്? ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ്. അതായത് ഒരു ജാവ ആപ്ലിക്കേഷനെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി ഡ്രൈവർ, അതായത് ജാവ JDBC ഡ്രൈവർ ആണ് ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഡാറ്റാബേസിനും ജാവ ആപ്ലിക്കേഷനും ഇടയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് JDBC ഡ്രൈവർ. Java JDBC. It is a Java API to connect and execute query with the database. ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് അതുപോലെ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതിനും, ക്വറി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡാറ്റാബേസിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ക്വറി എന്ന് പറയാം. ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ജാവ API-യുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡ്രൈവറാണ് JDBC ഡ്രൈവർ എന്ന് പറയുക. JDBC API uses JDBC drivers to connect with the database. ഡയഗ്രത്തിൽ തന്നെ അത് ക്ലിയർ ആണ്. JDBC ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. JDBC ആർക്കിടെക്ചർ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ പോലെ കാണാം. ഏറ്റവും ടോപ്പിൽ ഒരു നമുക്ക് റൺ ചെയ്യേണ്ട ജാവ ആപ്ലിക്കേഷൻ ഏറ്റവും ടോപ്പിൽ ഇരിപ്പുണ്ട്. ജാവ ആപ്ലിക്കേഷന് JDBC ഡ്രൈവർ മാനേജറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് JDBC API. JDBC ഡ്രൈവർ മാനേജർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് JDBC ഡ്രൈവേഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഒറാക്കിൾ എന്ന ഡാറ്റാബേസിന് ഒരു പർട്ടിക്കുലർ JDBC ഡ്രൈവറുണ്ട്. SQL സെർവറിന് ഒരു പർട്ടിക്കുലർ JDBC ഡ്രൈവർ. അതായത് ഓരോ ഡാറ്റാബേസിനും അതിന് കറസ്പോണ്ടിങ് JDBC ഡ്രൈവേഴ്സ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ, അതായത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് അവിടെ കിട്ടുന്ന സമയത്ത് ഏത് ഡാറ്റാബേസുമായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ കറസ്പോണ്ടിങ് ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്ന ജോലിയാണ് JDBC ഡ്രൈവർ മാനേജർ പെർഫോം ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. JDBC API. This provides the application to JDBC മാനേജർ കണക്ഷൻ. JDBC API എന്താ ചെയ്യുന്നത്? ഒരു ആപ്ലിക്കേഷനെ JDBC മാനേജറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് JDBC API. JDBC ഡ്രൈവർ API. This supports JDBC മാനേജർ ടു ഡ്രൈവർ കണക്ഷൻ. ഡ്രൈവേഴ്സുമായിട്ട് JDBC മാനേജറെ കണക്ട് ചെയ്യുന്നതാണ് JDBC ഡ്രൈവർ. JDBC ഡ്രൈവർ മാനേജർ. It ensures that the correct driver is used to access each data source. The driver manager is capable of supporting multiple concurrent drivers connected to multiple heterogeneous databases. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പല പല ഡാറ്റാബേസസ് നമുക്കുണ്ട്. ഒറാക്കിൾ, SQL സെർവർ എന്തോ ആയിക്കോട്ടെ, അവക്കെല്ലാം കറസ്പോണ്ടിങ് JDBC ഡ്രൈവേഴ്സുമുണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ടാണ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതാണ് JDBC ഡ്രൈവർ മാനേജർ. JDBC API പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഇൻ്റർഫേസസ് ആൻഡ് ക്ലാസ്സസ്. JDBC API പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർഫേസസും ക്ലാസ്സസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രൈവർ മാനേജർ എന്ന് പറയുന്ന ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഡ്രൈവർ മാനേജർ. Driver Manager class manages a list of database drivers, matches connection request from the Java application with the proper database driver using communication subprotocol. The first driver that recognizes a certain subprotocol under JDBC will be used to establish a database connection. അതായത് JDBC ഡ്രൈവർ മാനേജർ
സെറ്റ് ഓഫ് ഡാറ്റാബേസ് ഡ്രൈവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഏത് ഡാറ്റാബേസുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അതിന് മാച്ച് ചെയ്യുന്ന ഡാറ്റാബേസിലേക്ക് ആ കണക്ഷൻ കറക്റ്റായിട്ട് പോകണം. അതായത് ആ കമ്മ്യൂണിക്കേഷൻ പാത്തിലേക്ക് തന്നെ പോകണം. അതിന് വേണ്ടിയിട്ട് സബ് പ്രോട്ടോക്കോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡാറ്റാബേസ് ആയിട്ട് ഉള്ള കണക്ഷൻ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസ് ആണ് ഡ്രൈവർ ഇൻ്റർഫേസ്. ദിസ് ഇൻ്റർഫേസ് ഹാൻഡിൽസ് ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡാറ്റാബേസ് സെർവർ. ഡാറ്റാബേസ് സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതാണ് ഡ്രൈവർ ഇൻ്റർഫേസ്. It also abstracts the details associated with the working with the driver object. Next, connection interface. This interface with all methods of contacting a database. The connection object represents communication context, that is all communication with database is through connection object only. നമുക്ക് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ഷൻ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ കണക്ഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്നും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. We use object created from this interface to submit the SQL statements to the database. Some derived interfaces accepts parameters in addition to executing stored procedures. Next interface, result set. These objects hold data retrieved from a database after you execute an SQL query using statement object. സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തുവാണോ കിട്ടേണ്ടത് ആ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ റിസൾട്ട് സെറ്റ് എന്ന ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരും. ഇറ്റ് ആക്ട് ആസ് ആൻ ഇറ്ററേറ്റർ ടു അലോ യു ടു മൂവ് ത്രൂ ഇറ്റ്സ് ഡാറ്റ. ദെൻ SQL എക്സെപ്ഷൻ. ദിസ് ക്ലാസ് ഹാൻഡിൽസ് എനി എറേഴ്സ് ദാറ്റ് ഒക്കെ ഇൻ എ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം. SQL എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് SQL എക്സെപ്ഷൻ. ഇനി നമുക്ക് ജാവ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ള ഇത് നമുക്ക് നോക്കാം. ജാവ ആപ്ലിക്കേഷന് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മെയിനായിട്ട് 5 സ്റ്റെപ്സാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ്. റൈറ്റ് 5 സ്റ്റെപ്സ് ടു കണക്ട് ഡാറ്റാബേസ് ഇൻ ജാവ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. സ്റ്റെപ്പ് 1, രജിസ്റ്റർ ദ ഡ്രൈവർ ക്ലാസ്. ആദ്യമേ പറഞ്ഞതാണ്, ആർക്കിടെക്ചറിൽ തന്നെ ഡ്രൈവർ ക്ലാസ് നമ്മൾ കണ്ടതാണ്. ഓരോ ഡാറ്റാബേസിനും പർട്ടിക്കുലർ JDBC ഡ്രൈവേഴ്സ് ഉണ്ട്. ഡ്രൈവർ ക്ലാസ് എന്ത് ചെയ്യുക, ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഡ്രൈവർ ക്ലാസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫോർനെയിം എന്ന മെത്തേഡ്. ദ ഫോർനെയിം മെത്തേഡ് ഓഫ് ക്ലാസ് ഈസ് യൂസ് ടു രജിസ്റ്റർ ദ ഡ്രൈവർ ക്ലാസ്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു ഡൈനാമിക്കലി ലോഡ് ദ ഡ്രൈവർ ക്ലാസ്. സിൻടാക്സ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ഫോർനെയിം സ്ട്രിങ്, ഏത് ക്ലാസ്സിൻ്റെ നെയിമാണോ ആ ക്ലാസ് നെയിം ഇവിടെ പാസ് ചെയ്യുക. ത്രോസ് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോസ് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. എക്സാമ്പിൾ ക്ലാസ് ഡോട്ട് ഫോർനെയിം. ഫോർനെയിം എന്ന മെത്തേഡിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒറാക്കിൾ എന്ന ഡാറ്റാബേസിൻ്റെ ഡ്രൈവർ ക്ലാസ്സാണ് തന്നിരിക്കുന്നത്. ഒറാക്കിൾ എന്ന ഡാറ്റാബേസ് JDBC.driver.oracle driver. സെക്കൻഡ് സ്റ്റെപ്പ്, ക്രിയേറ്റ് ദ കണക്ഷൻ ഒബ്ജക്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കണക്ഷൻ ഒബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യണം, കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരുമെന്ന്. കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഗെറ്റ് ചെയ്യാനായി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് കണക്ഷൻ എന്ന മെത്തേഡ്. ഗെറ്റ് കണക്ഷൻ മെത്തേഡ് യൂസ് ഫോർ ഡ്രൈവർ മാനേജർ ക്ലാസ് ടു എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ വിത്ത് ദ ഡാറ്റാബേസ്. ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് കണക്ഷൻ എന്ന മെത്തേഡ്. അതിൽ 2 സിൻടാക്സാണ് ഉള്ളത്. ഒരു രീതി പബ്ലിക് സ്റ്റാറ്റിക് കണക്ഷൻ ഗെറ്റ് കണക്ഷൻ,
string URL throws SQL exception. അടുത്ത മെത്തേഡിൽ ആർഗ്യുമെൻ്റായിട്ട് URL ആ സ്ട്രിങ്ങിൻ്റെ നെയിം എന്താണോ അത് പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ പാസ് ചെയ്ത് എടുക്കാം. എക്സാമ്പിൾ നോക്കുക. ഒറാക്കിൾ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണക്ഷൻ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കണക്ഷൻ CON എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് നെയിമാണ്. ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ, നേരത്തെ പറഞ്ഞ ഡ്രൈവർ ക്ലാസ്സിൻ്റെ നെയിമുണ്ട്. tin@local_host. ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. സിസ്റ്റം എന്നുള്ളത് ഒരു ഡീഫോൾട്ട് സിസ്റ്റമാണ്. പാസ്വേഡ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓരോന്നും നമുക്ക് എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. ഇവിടെ JDBC ഒറാക്കിൾ tin@localhost 1521exe ഇതിനെയാണ് നമ്മൾ കണക്ഷൻ URL എന്ന് പറയാം. ഈ കണക്ഷൻ URL JDBC സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു API ആണ്. JDBC ഈസ് ദ API, Oracle ഈസ് ദ ഡാറ്റാബേസ്, tin ഈസ് ദ ഡ്രൈവർ നെയിം, localhost ഈസ് ദ സെർവർ നെയിം, 1521 ഈസ് ദ പോർട്ട് നെയിം, പോർട്ട് നമ്പർ, exe ഈസ് ദ Oracle സർവീസ് നെയിം, യൂസർ നെയിം ഒറാക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡീഫോൾട്ട് യൂസർ നെയിമാണ് സിസ്റ്റം. പാസ്വേഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ യൂസർ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാളിങ് ദ ഒറാക്കിൾ ഡാറ്റാബേസ്. ഒറാക്കിൾ ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് യൂസർ സെറ്റ് ചെയ്യുന്നതാണ്. തേർഡ് സ്റ്റെപ്പ്, ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഡ്രൈവർ ക്ലാസ് രജിസ്റ്റർ ചെയ്തു, ദെൻ കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ്, കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന മെത്തേഡ്. ദ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ഓഫ് കണക്ഷൻ ഇൻ്റർഫേസ് ഈസ് യൂസ് ടു ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു എക്സിക്യൂട്ട് ക്വറീസ് വിത്ത് ദ ഡാറ്റാബേസ്. ഡാറ്റാബേസ് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ജോലിയാണ് ആർക്കുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റിന് ഉള്ളത്. പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്, ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ത്രോസ് SQL എക്സെപ്ഷൻ, ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് STMT എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു നേരത്തെ കണക്ഷൻ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതെന്തുമായിരുന്നു? CON എന്നാണ് കൊടുത്തിരുന്നത്. ആ CON ഇവിടെ എടുക്കുക. CON ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് എന്തുവാണ്? STMT. ഫോർത്ത് സ്റ്റെപ്പ്, എക്സിക്യൂട്ട് ദ ക്വറി. ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യാനായി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സിക്യൂട്ട് ക്വറി എന്ന മെത്തേഡ്. എക്സിക്യൂട്ട് ക്വറി മെത്തേഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർഫേസ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് ക്വറീസ് ടു ദ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സിക്യൂട്ട് ക്വറി എന്ന മെത്തേഡ്. ദിസ് മെത്തേഡ് റിട്ടേൺസ് ദ ഒബ്ജക്റ്റ് ഓഫ് റിസൾട്ട് സെറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഗെറ്റ് ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ദ ടേബിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. പബ്ലിക് റിസൾട്ട് സെറ്റ് എക്സിക്യൂട്ട് ക്വറി, സ്ട്രിങ് SQL അവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ദെൻ ത്രോസ് SQL എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി റിസൾട്ട് സെറ്റ് RS ഈക്വൽ ടു റിസൾട്ട് സെറ്റ് എന്ന ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റാണ് RS ഈക്വൽ ടു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റാണ് STMT ഡോട്ട് എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഇവിടെ നേരത്തെ തന്നെ ഒറാക്കിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. ആ ഡാറ്റാബേസിൻ്റെ നെയിമാണ്, ആ ടേബിളിൻ്റെ നെയിമാണ് EMB എന്നുള്ളത്. സോ സെലക്ട് സ്റ്റാർ ഫ്രം EMB, അതായത് എംപ്ലോയി എന്ന ഡാറ്റാബേസിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽസ് എടുക്കാനാണ്, സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്ക്. വൈ RS ഡോട്ട് നെക്സ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println RS ഡോട്ട് ഗെറ്റ് ഇൻറ്റ് 1, ദെൻ ഒരു സ്പേസ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിനകത്തുള്ള സ്ട്രിങ്, അതായത് ഗെറ്റ് സ്ട്രിങ് ഓഫ് 2 എന്നുള്ള, അതായത് 2 കോളം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? പ്രിൻറ്റ് എടുക്കുകയാണ്. അവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞേക്കുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ക്ലോസ് ദ കണക്ഷൻ ഒബ്ജക്റ്റ്. അപ്പം ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ആ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? കണക്ഷൻ ക്ലോസ് ചെയ്യുക. ബൈ ക്ലോസിങ് കണക്ഷൻ ഒബ്ജക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിസൾട്ട് സെറ്റ് വിൽ ബി ക്ലോസ്ഡ് ഓട്ടോമാറ്റിക്കലി. അല്ലേ, കണക്ഷൻ ഒബ്ജക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും. ദ ക്ലോസ് മെത്തേഡ് ഓഫ് കണക്ഷൻ ഇൻ്റർഫേസ് ഈസ് യൂസ്ഡ് ടു ക്ലോസ് ദ കണക്ഷൻ. പബ്ലിക് വോയിഡ് ക്ലോസ് ത്രോസ് SQL എക്സെപ്ഷൻ ആണ് സിൻറ്റാക്സ്. എക്സാമ്പിൾ, കണക്ഷൻ ഒബ്ജക്റ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് CON ഡോട്ട് ക്ലോസ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.
നെക്സ്റ്റ് ജാവ ആപ്ലിക്കേഷന് ഒറാക്കിൾ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ ആദ്യം എന്ത് ചെയ്യുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ക്രിയേറ്റ് ടേബിൾ EMB. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് ID നമ്പർ, നെയിം, വാർക്കാർ ടു ഗെറ്റ് ഏജ്, അതായത് 3 ഫീൽഡാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അത് സേവ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇവിടെ ഇപ്പോൾ SQL.star, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം എന്തുവാണ്, SQL സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ SQL എന്ന് പറയുന്ന java.sql പാക്കേജ് അവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ക്ലാസ് നെയിം ഒറാക്കിൾ നോർമൽ നമ്മൾ എഴുതുന്നത് പോലെ ക്ലാസ് ഒറാക്കിൾ കണക്ഷൻ എന്നത് ക്ലാസ് നെയിമാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് മെയിൻ മെത്തേഡ് ഡിക്ലെയർ ചെയ്തു. ദെൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് അതേപോലെ വരിക. ക്ലാസ് ഡോട്ട് ഫോർ നെയിം ഒറാക്കിൾ ഡോട്ട് JDBC ഡ്രൈവർ ഡോട്ട് ഒറാക്കിൾ ഡ്രൈവർ, അതായത് കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റേറ്റ്മെൻറ്റ് STMT സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ റിസൾട്ട് സ്റ്റേറ്റ് RS ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്തു, കണക്ഷൻ ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് ആ എക്സെപ്ഷൻ എന്താണോ അതുകൂടെ അവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ജാവ ആപ്ലിക്കേഷനെ ഒറാക്കിൾ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് OJDBC, അതായത് OJDBC എന്ന് പറഞ്ഞാൽ ഒറാക്കിൾ ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ് പറയാം. 14.jar, അത് ജാർ ഫയൽ ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ജാർ ഫയൽ ലോഡ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് പേസ്റ്റ് ദ OJDBC 14.jar ഇൻ, ഇവിടെ ഒരു ഫോൾഡർ JRE/lib/ext എന്ന ഫോൾഡർ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ക്ലാസിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ് പാത്ത് നമുക്ക് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. സെറ്റ് ക്ലാസ് പാത്ത് ഈക്വൽ ടു ഏത് ഫോൾഡറിലാണോ വരുന്നതെന്നത് കറക്റ്റായിട്ട് ആ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 2 രീതിയിൽ നമുക്ക് ജാർ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റാബേസുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ജാവ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.